everyone. SSLC മാത്സ് അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ 4ാമത്തെ വർക്ക്ഷീറ്റാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വർക്ക്ഷീറ്റുകളുടെ PDF കോപ്പി കിട്ടുന്നതിന് SSLC മാത്സ് എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്യുന്നതാണ്. ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എറണാകുളം വരാപ്പുഴ HIBHSലെ പ്രഗത്ഭനായ ഗണിതാധ്യാപകനായിരുന്ന ജോൺ PA സർ ആണ്. DRG SRG മേഖലകളിൽ പ്രവർത്തിച്ച് ഗണിതാധ്യാപകർക്ക് ട്രെയിനിങ് നൽകിയിരുന്ന അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷവും മാത്സ് ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പുകളിൽ സജീവമാണ്. കൂടാതെ ദിനപത്രങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ഗണിതപരമായ ലേഖനങ്ങളും എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഈ വർക്ക്ഷീറ്റുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് വളരെ ഭാഗ്യമായി നാം കരുതുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വർക്ക്ഷീറ്റുകളും ക്ലാസ്സും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ലൈക്കും കമൻറ്റും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർക്ക്ഷീറ്റിൻ്റെ പ്രത്യേകത, ഈ വർക്ക്ഷീറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് എങ്ങനെയാണ് മറ്റു അരിതമെറ്റിക് സീക്വൻസസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നാച്ചുറൽ നമ്പേഴ്സ് ബേസ് ആക്കിക്കൊണ്ടാണ് മറ്റെല്ലാ സീക്വൻസും ഉണ്ടാകുന്നത്. നമ്മളിവിടെ എങ്ങനെയാണ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് അരിതമെറ്റിക് സീക്വൻസ് ഉണ്ടാവുന്നത് എന്നതിൻ്റെ എക്സാമ്പിളുകളാണ് ഈ വർക്ക്ഷീറ്റുകളിൽ നമുക്ക് നൽകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് leaves the remainder 2 on dividing by 5 എന്നാണ്. എന്താണ് ഒന്ന് ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക കേട്ടോ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നിങ്ങൾ എഴുതേണ്ടത് എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ്. ക്ലിയർ? എന്താണ് നിങ്ങൾ എഴുതുന്ന എണ്ണൽ സംഖ്യകൾക്ക് പ്രത്യേകത ഉണ്ടാവുന്നത്? which leaves the remainder 2 on dividing by 5. നിങ്ങൾ 5 കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, ആ റിമൈൻഡർ ശിഷ്ടം 2 വരണം. അത്തരം നാച്ചുറൽ നമ്പേഴ്സിനെ എഴുതൂ എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ആൻസർ എഴുതുക. നിങ്ങൾക്ക് 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരണം അല്ലേ? ഒന്ന് എഴുതി നോക്കൂ. എല്ലാവരും എഴുതുക. കിട്ടിയോ? എന്തായിരുന്നു ഫസ്റ്റ് നമ്പർ? ഏതായിരുന്നു? 5 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന 2 റിമൈൻഡർ വരുന്ന ആദ്യത്തെ നമ്പർ ഏതാണ്? 1 5 5 5 2 7 ഏഴാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് അല്ലെ? 7നെ 5 കൊണ്ട് ഹരിച്ചാൽ ബാക്കി എത്രയാണ് കിട്ടുക? ബാക്കി 2 ആണ് കിട്ടുക അല്ലെ? റിമൈൻഡർ 2 ആണ്. അതുകൊണ്ട് ആദ്യത്തെ നമ്പർ 7 എന്നാണോ കൂടുതൽ പേരും എഴുതിയത്? എങ്കിൽ ഇതിന്റെ മുൻപ് എഴുതിയ ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ മുൻപ് ഇതിനേക്കാൾ ചെറുതായ ഏതെങ്കിലും നമ്പർ ഈ റൂൾ പാലിക്കുന്നതുണ്ടോ? 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 2 വരുന്ന ഏതെങ്കിലും നമ്പർ ഇതിന്റെ മുൻപുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് 2നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ബാക്കി വരുന്നത്, റിമൈൻഡർ വരുന്നത്? 2ൽ ഒരു 5 ഇല്ല അല്ലെ? 0 5s ആണ്. 0 5 എന്ന് പറഞ്ഞാൽ 0. റിമൈൻഡർ എത്ര ആണ്? 2 ആണല്ലോ. അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്ന ആദ്യ നമ്പർ ഏതാണ്? 2 ആയിരിക്കും വരുന്നത്. ഇപ്പോഴും ആലോചിക്കാം. മനസ്സിലായോ? 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 2 ആണ് റിമൈൻഡർ വരുന്നതെങ്കിൽ 2, 3 ആണ് റിമൈൻഡർ വരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 3 ആയിരിക്കും. ക്ലിയർ? അത് പല കുട്ടികൾക്കും തെറ്റുന്ന ഒരു ഭാഗമാണത്. ശ്രദ്ധിക്കുക. 5 കൊണ്ട് ഹരിച്ചാൽ 2 ആണ് റിമൈൻഡർ വരേണ്ടത് എന്ന് പറഞ്ഞാൽ ആദ്യ നമ്പർ 2 ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് അറിയാം 5 വീതം കൂടി പോകും അല്ലേ? 2 7 12. പിന്നെ അടുത്തത് ഏതായിരിക്കും? 17. 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് 17 എക്സെട്ര. കിട്ടിയല്ലോ? ഏതാണ് സീക്വൻസ്? 2 7 12 17 എക്സെട്ര. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദിസ് എൻ അരിതമെറ്റിക് സീക്വൻസ്? ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണോ? ആലോചിച്ച് നോക്കുക. എന്താണ് അരിതമെറ്റിക് സീക്വൻസ്? ഒരേ നമ്പർ ആഡ് ചെയ്ത് പോകണം. അങ്ങനെ ഉണ്ടോ? ഇതിനൊരു പ്രത്യേകത ഉണ്ടോ? കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇല്ലേ? 2നോട് 5 ആണ് ആഡ് ചെയ്ത് പോണത് അല്ലേ? 5 ആണ് ആഡ് ചെയ്ത് പോണത്. അതുകൊണ്ട് ഇതൊരു അരിതമെറ്റിക് സീക്വൻസ്
ആണ്. If so, what is the common difference? Common difference എത്രയാണ് ഇതിന്റെ? 7 minus 2, അതായത് 5 ആണ് അല്ലേ? അതായത് yes, this is an arithmetic sequence. Common difference equal to common difference എത്രയാണെന്ന് എഴുതണം. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എല്ലാവരും നോട്ട് ബുക്കിൽ നിങ്ങൾ അതിന്റെ ആൻസർ എഴുതുക. കോമൺ ഡിഫറൻസ് 5 ആണ്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് 3-digit ടേം ഓഫ് ദ സീക്വൻസ് എന്നാണ്. ഈ സീക്വൻസിലെ 3-digit ടേം സ്മോളസ്റ്റ് ആയത് ആരാണെന്നാണ്. എന്താണ്, എങ്ങനെയാണ് ഈ ടേം ഈ സീക്വൻസ് ഉണ്ടായത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരണം എന്നാണ്. എങ്കിൽ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ആ ഡിസ്ക്രൈബ് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് ഇതിലെ സ്മോളസ്റ്റ് 3-digit ടേം കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. നിങ്ങൾ സ്മോളസ്റ്റ് 3-digit ടേം 100 ആണ്. പക്ഷെ ഈ സീക്വൻസിൽ ഉൾപ്പെടുന്ന സ്മോളസ്റ്റ് 3-digit ടേം ഏതാണ് എന്നാണ് ചോദ്യം. കണ്ടുപിടിച്ചോ? എത്രയാണ്? 3-digit ഉണ്ടായിരിക്കണം, ഈ സീക്വൻസിൽ ഉൾപ്പെടണം അല്ലേ? പലരും പല രീതിയിലാവും ചിന്തിച്ചേ. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരണം. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് ഉള്ളത് 100 ആണ്. ഈ 100നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് വരിക. 5ന്റെ മൾട്ടിപ്പിൾ ആണ് 100 അല്ലേ? ഇനി അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹരിച്ച് നോക്കാം. 100 ആണ് വരിക, 20 ടൈംസ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? 0 ആണ് റിമൈൻഡർ വരിക. നമുക്ക് 2 വരണം, റിമൈൻഡർ 2 വരണം. അതായത് ഇവിടെ +2 വരണം എന്ന് പറഞ്ഞാൽ ഈ നമ്പറിലും 2 കൂടണം. അതായത് 102 ആണ് ഇതിന്റെ ആൻസർ അല്ലേ? 102 അല്ലേ? ചിലവെടുക്കൽ ഇതിലേക്ക് നോക്കൂ. അവിടുക്കൽ എന്താ ചെയ്യാം? 2 7 12 ഇത്രയൊന്നും ചിന്തിക്കില്ല. 2 7 12, അതായത് ഇതിൽ നോക്കി അറിയാം 2 ഇതിന്റെ എൻഡിങ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 7ഉം മാത്രമേ ഇതിൽ അവസാനിക്കുന്നുള്ളൂ. എങ്കിൽ 3-digit ഇതിൽ അവസാനിക്കുന്നത് 102 ആവണം. അടുത്തത് 2ഉം 7ഉം മാത്രമേ അവസാനിക്കാൻ പാടുള്ളൂ. 100 വരാൻ പറ്റില്ല, 101ഉം വരാൻ സാധിക്കില്ല. അതുകൊണ്ട് 102 എന്ന ആൻസർ എഴുതാം. നമുക്ക് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ മനസ്സിലായില്ലേ? 102 ആണ് ഇതിൽ ആൻസർ വരിക. അതിലെ ഒരു റിമൈൻഡർ 2 ഡിവൈഡിങ് ബൈ 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സീക്വൻസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ ആദ്യം ആ രീതി ഉപയോഗിച്ച് 102 ഇട്ടത്. നിങ്ങൾക്ക് ഈ രീതി അല്ലാതെ വേറെ ഏതെങ്കിലും രീതി ഇതിൽ ഉൾപ്പെടുന്ന സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഡി പാർട്ട് ഒന്ന് നോക്കൂ. ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഇൻ അതർ വേർഡ്സ്. ഇൻ അതർ വേർഡ്സ് അവർ തന്നിരിക്കുന്നത് എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്ന സീക്വൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഏത് സീക്വൻസ് കിട്ടിയത്? 2 7 12 17 എക്സെട്ര ആണ് കിട്ടിയത്. ക്ലിയർ? ഇത് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരും എന്ന റൂൾ ഉപയോഗിച്ചാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ചോദ്യം, ഇതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ തൊട്ട് മുമ്പ് സി പാർട്ടിൽ പറഞ്ഞു അല്ലേ? എന്താണത്? ദിസ് ഈസ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഹാവിംഗ് 2 or 7 in one's place അല്ലേ? എന്താണ്? ദിസ് ഈസ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഹാവിംഗ് 2 or 7 in one's place. one's placeലാണ് നമുക്കത് വരേണ്ടത്. 2ഉം 7ഉം വരുന്നത് അല്ലേ? അതായത് എങ്ങനെ എഴുതാം? ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്നിന്റെ സ്ഥാനത്ത് 2 അല്ലെങ്കിൽ 7 വരുന്ന സംഖ്യകളുടെ ശ്രേണി എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു നാച്ചുറൽ നമ്പേഴ്സിന് അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാകുന്നത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വളരെ രസകരമാണ് മാത്തമാറ്റിക്സിൽ ഇത്. ഇങ്ങനെ നമ്മൾ തിങ്ക് ചെയ്ത് പോയാൽ നമുക്ക് പിന്നീട് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ജോലി കിട്ടാൻ വേണ്ടി ഉള്ള ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോൾ നമുക്ക് വളരെയധികം എളുപ്പമാകും. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താനായിട്ട് അവിടെ നിങ്ങൾക്കത് ഉപകരിക്കും. നോക്കൂ, കൺസിഡർ ദ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 etc. On adding 2 numbers at a time from the beginning we get a sequence of sum.
എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്? ഇതിന്റെ അടുത്തടുത്ത രണ്ട് ടേമുകൾ ബിഗിനിങ്ങിൽ നിന്ന് തുടങ്ങി 2 ടേംസ് തമ്മിൽ ആഡ് ചെയ്യാം, ഒരു സം കിട്ടുമല്ലോ. ഇതാ കിട്ടിയിരിക്കുന്നു, 1ഉം 2ഉം കൂടി ആഡ് ചെയ്തു. അടുത്ത ടേം എന്ന് പറയുന്നത് നെക്സ്റ്റ് 3ഉം 4ഉം അടുത്ത രണ്ടെണ്ണം കൂടി ആഡ് ചെയ്തു. അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാക്കിയിരുന്നതാണ്. ആ സീക്വൻസ് ഏതായിട്ടും 1 + 2 3, 3 + 4 7, 5 + 6 11 അങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സീക്വൻസ് അല്ലേ. കണ്ടാൽ മനസ്സിലായില്ലേ? രണ്ട് ടേമുകൾ തമ്മിലാണ്, രണ്ട് നാച്ചുറൽ നമ്പേഴ്സ്, അടുത്തടുത്തുള്ള രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ് സമ്മാണ് ഈ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈസ് ദിസ് എൻ അരിത്മെറ്റിക് സീക്വൻസ്? ഇഫ് സോ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അങ്ങനെ ഒരു ശ്രേണി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ, സമഗ്ര ശ്രേണിയാണോ, എങ്കിൽ എന്താണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് കണ്ടറിയാം, 3ൽ നിന്ന് തുടങ്ങി എത്ര വീതം ഇത് കൂടി പോകുന്നുണ്ട്. 3ൽ നിന്ന് തുടങ്ങി 3ൽ നിന്ന് എത്ര കൂടിയാലാണ് 7 കിട്ടുക? 4 കൂടിയാൽ അല്ലേ. 7നോട് 4 കൂടിയാലല്ലേ 11 കിട്ടുക. അതായത് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. യെസ്, ദിസ് ഈസ് എൻ അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ, ബിക്കോസ് ഇറ്റ് ഹാസ് എ കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 എന്ന് എഴുതണം. യെസ് എന്നാണ് ആൻസർ. ഈസ് ദിസ് എൻ അരിത്മെറ്റിക് സീക്വൻസ്? യെസ്, ബിക്കോസ് ഇറ്റ് ഹാസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 എന്ന് ആൻസർ ചെയ്തിട്ട് വരും. ക്ലിയർ? ഈ 4 എഴുതുന്നത് തന്നെ പ്രാധാന്യമുണ്ട്. രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് ഇവിടെ കണ്ടത് അല്ലേ. 1ഉം 2ഉം 3ഉം 4ഉം അങ്ങനെ അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കൂട്ടിയപ്പോൾ കോമൺ ഡിഫറൻസ് 4 ആണ്. അതായത് ഈ സമ്മിൽ നിന്ന് ഈ സം കുറച്ചാൽ നമുക്ക് 4 കിട്ടും എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ഇതിന്റെ 3 കൂട്ടിയാലാണെങ്കിലോ 1 + 2 + 3 3 അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. നെക്സ്റ്റ് ബി പാർട്ട് നോക്കൂ. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആഡിങ് 3 നാച്ചുറൽ നമ്പേഴ്സ് ആസ് ഷോൺ എബവ്. മുൻപ് 2 അല്ലേ ആഡ് ചെയ്തത്, ഇനി 3 തമ്മിൽ ആഡ് ചെയ്ത് നോക്കൂ. അതൊരു അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണിയാണോ, എന്താണ് അതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 3ഉം കൂടി ആഡ് ചെയ്യേണ്ടി വരും അല്ലേ, ഫസ്റ്റ് ടേമായി. അടുത്തത് 3 കഴിഞ്ഞാൽ അടുത്ത് 4ഉം 5ഉം 6ഉം ആഡ് ചെയ്യും. അടുത്തതിലെ അടുത്ത നാച്ചുറൽ നമ്പേഴ്സ് 7ഉം 8ഉം 9ഉം തമ്മിൽ ആഡ് ചെയ്തു. അടുത്തതിലോ 10ഉം 11ഉം 12ഉം അങ്ങനെ പോകും. എന്തായിരുന്നു ഈ സീക്വൻസ് നോക്കാം. 1 + 2 3, 3 + 3 6. നിങ്ങൾ എഴുതിക്കോളൂ, കണ്ടുപിടിക്കാം. കിട്ടിയില്ലേ? എന്താണ് കിട്ടിയത്? 6, 15, 24 etc. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? 6നോട് എത്ര ആഡ് ചെയ്തപ്പോഴാണ് 15 കിട്ടിയത്? 6നോട് എത്ര ആഡ് ചെയ്തു? 9 അല്ലേ. 15നോട് 9 ആഡ് ചെയ്തപ്പോൾ അല്ലേ 24 കിട്ടിയത്. 15ഉം 9 തന്നെയാണ് 24. അതായത് യെസ്, ദിസ് ഈസ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ദിസ് ഈസ് എ അരിത്മെറ്റിക് സീക്വൻസ്. എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? കോമൺ ഡിഫറൻസ് നമ്മൾ 9 ആണ് ആഡ് ചെയ്തത്. 9. ക്ലിയർ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നതിൽ ഒരു പ്രാധാന്യമുണ്ട്. ഇതിലെ 2 നാച്ചുറൽ നമ്പർ ആണ് ആഡ് ചെയ്തതെങ്കിൽ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? കോമൺ ഡിഫറൻസ് 4 ആണ്. 2 നിങ്ങൾ 2 എണ്ണമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ്, അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 4. അതായത് ആദ്യത്തെ 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനേക്കാൾ, ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ തുക? 4 എന്നാണ് കിട്ടിയത് അല്ലേ. 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുകയേക്കാൾ 4 കൂടുതലാണ് അടുത്ത 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്. ഇവിടെ ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനേക്കാൾ എത്ര കൂടുതലുണ്ട് അടുത്ത 3 എണ്ണത്തിന്റെ സമ്മ്? 3 എണ്ണമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് കൂടുതലുള്ളത് 9 ആണ്.
അല്ലേ? ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകൾ കൂട്ടി അടുത്ത 3 എണ്ണൽ സംഖ്യകൾ കൂട്ടി, അല്ലേ? ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക? 9 എന്നാണ് കിട്ടിയത്, അല്ലേ? ഇനി നിങ്ങൾക്ക് ആലോചിച്ച് പറയാൻ സാധിക്കുമോ? ആദ്യത്തെ 4 എണ്ണൽ സംഖ്യകളാണ് കൂട്ടിയതെങ്കിൽ ആദ്യത്തെ 4 എണ്ണം 1 + 2 + 3 + 4. ഇനി അടുത്തത് 5 + 6 + 7 + 8. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ശ്രേണി ഉണ്ടാക്കുന്നതെങ്കിൽ, സീക്വൻസ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ഇതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും ഈ സംഖ്യ? ഈ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് ഇത്? ആദ്യത്തെ 4 എണ്ണൽ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 4 എണ്ണൽ സംഖ്യകളുടെ തുക? ആദ്യത്തെ 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്? ആലോചിച്ചു നോക്കുക. 4 ആണെങ്കിൽ ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഈ എണ്ണവും ഈ ഡിഫറൻസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കി നോക്കൂ. 2 ആവുമ്പോൾ 4, അതേ ബന്ധം തന്നെ 3 ആവുമ്പോൾ 9 വരാം. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്തായിരുന്നു അത്? 2ന്റെ സ്ക്വയർ ആണ്. വെരി ഗുഡ്. 2ന്റെ സ്ക്വയർ ആണ് 4. ഇവിടെയോ 9 എന്ന് പറയുന്നതോ 3യുടെ സ്ക്വയർ ആണ്. എങ്കിൽ 4 എണ്ണമാണ് കൂട്ടുന്നതെങ്കിലോ നമുക്ക് കിട്ടുന്നത് 4ന്റെ സ്ക്വയർ ആയിരിക്കും, അല്ലേ? 4ന്റെ സ്ക്വയർ 16 ആവും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 10 എണ്ണൽ സംഖ്യകളുടെ തുക? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 10 സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയിലെ 1 + 2 + 3 അങ്ങനെ 100 വരെ 100 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനേക്കാൾ എത്ര കൂടുതലാണ് 101 തൊട്ട് അടുത്ത 100 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്? 100 സ്ക്വയർ എന്ന് വരും. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം? n സ്ക്വയർ എന്ന് വരും. ക്ലിയർ? ആ ഒരു ഐഡിയയിലേക്കാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എണ്ണം എത്രയാണ് എന്ന് നോക്കി നമുക്ക് ഇത് എഴുതി നോക്കാതെ തന്നെ പറയാൻ സാധിക്കും. ആദ്യത്തെ 25 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 25 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം? 25 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം 25 സ്ക്വയർ എന്ന് വരും. ക്ലിയർ? ആദ്യത്തെ ആവണമെന്നില്ല, നമ്മുടെ ഇടയിൽ നിന്ന്. ഇപ്പൊ എനിക്ക് ഇപ്പൊ 50 50 50 + 51 + 52 + 53 ഞാൻ 4 നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു, അല്ലേ? ഇതിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് 4 സ്ക്വയർ 16. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ബിഗിനിങ്ങിൽ നിന്ന് സീക്വൻസ് നമ്മൾ എവിടെ ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ നമുക്ക് ഇടയിൽ നിന്നായാലും അടുത്തടുത്ത 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇടയിൽ നിന്നോ എവിടുന്ന് വേണമെങ്കിലും ആവാം, അടുത്തടുത്ത കോൺസിക്യൂട്ടീവായ 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനോട് എത്ര കൂട്ടിയാലാണ് അടുത്ത 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കിട്ടുക എന്ന് ചോദിച്ചാൽ 4 സ്ക്വയർ എന്ന് പറയണം. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ മാറി മാറി ചിലപ്പോൾ ചോദിക്കാം. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മും അടുത്ത 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? അല്ലെങ്കിൽ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനോട് എത്ര കൂട്ടിയാൽ അടുത്ത 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കിട്ടും എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് 10 സ്ക്വയർ എന്ന ഐഡിയയിലേക്ക് നമ്മൾ എത്തണം. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? വർക്ക്ഷീറ്റിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നിങ്ങളിനി വേറെ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ സ്കൂളിലെ തന്നെ ഏതെങ്കിലും എക്സാം ഹാളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അത് പെട്ടെന്ന് നമ്മുടെ ഈ ഐഡിയ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പറ്റില്ലേ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒരു ക്വിസ് പോലെയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. കൂട്ടുകാരോടൊക്കെ അല്ലേ, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫ്രീ ടൈം ഒക്കെ ഉണ്ടാവില്ലേ, ഫ്രീ പീരീഡ് ഒക്കെ. അപ്പം നിങ്ങൾ ഈ ക്വിസൊക്കെ നടത്താറില്ലേ ക്ലാസ്സിൽ? അല്ലേ, സ്കൂളിൽ ഫ്രീ പീരീഡ് ഉണ്ടാവുമ്പോൾ നമുക്ക് ടീച്ചർ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഓരോ ക്വിസൊക്കെ നടത്താം അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് ചോദിച്ചൂടെ, നിങ്ങൾ മിടുക്കരാണ് എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കട്ടെ. അവർക്കും ആ ഐഡിയ കിട്ടുമല്ലോ. ക്ലിയർ? നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും. ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കണം. നോക്കൂ മക്കളെ, ഇവിടെ എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്?
7, 10, 13, etc. is an arithmetic sequence. ഉണ്ടല്ലോ, സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് 7, 10, 13, etc. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? എത്രയാണ് കോമൺ ഡിഫറൻസ്? 7, 10, 13, etc. എന്നാണ്. 7നോട് എത്ര ആഡ് ചെയ്താൽ 10 കിട്ടും? 10നോട് അതേ നമ്പർ ആഡ് ചെയ്താൽ 13 കിട്ടും. പെട്ടെന്ന് എഴുതാൻ അറിയാം അല്ലേ? എഴുതിക്കോളൂ. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു എത്രയാണ്? 3. നെക്സ്റ്റ് ബി പാർട്ട് നോക്കൂ. ഇഫ് 1 is added to each term of this sequence, then will be the resulting sequence an arithmetic sequence. If so, what is its common difference എന്നാണ്. ഇതിനോട് എല്ലാ ടേമിനോടും ഈ 7, 10, 13 etc. എന്താണ് പറഞ്ഞത്? 1 is added to each term. 1 വീതം ഇതിൽ ഓരോ ടേമിനോടും ആഡ് ചെയ്താൽ ഒരു സീക്വൻസ് കിട്ടും. ആ സീക്വൻസ് ഏതാണ്? ഒന്ന് എഴുതി നോക്കൂ. ഓരോ ടേമിനോടും 1 വീതം ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസ്. 7നോട് 1 കൂട്ടി 8, 10നോട് 1 ആഡ് ചെയ്തപ്പോൾ 11, 13നോട് 1 കൂട്ടിയപ്പോൾ 14 അല്ലേ? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? 8നോട് 3 ആഡ് ചെയ്താലാണ് എത്ര കിട്ടുന്നത്? 11 കിട്ടുന്നത്. 11നോട് 3 ആഡ് ചെയ്താലാണ് 14 കിട്ടുന്നത്. അപ്പൊ ആൻസർ യെസ് ആണ് അല്ലേ? ഈ എല്ലാ ടേമിനോടും ഒരേ നമ്പർ ആഡ് ചെയ്ത് പോയാൽ കിട്ടുന്ന പുതിയ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് തന്നെയായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ക്ലിയർ? 1 ആണ് ഇവിടെ ആഡ് ചെയ്തത്, അപ്പോഴേ പുതിയൊരു സീക്വൻസ് കിട്ടി. ഇനി എന്താണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്നാണ് വരുന്നത്. എന്താണ് കോമൺ ഡിഫറൻസ്? ഈ പുതിയ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? മുമ്പുള്ള സീക്വൻസിന് 3 എന്ന് പറഞ്ഞു. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും എത്ര തന്നെയാണ് വരുന്നത്? 3 തന്നെയാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ കോമൺ ഡിഫറൻസിനെ നമുക്ക് ചേഞ്ച് വരില്ല എന്നർത്ഥം. നിങ്ങൾ ഏതാണോ ആ സീക്വൻസിൽ നിന്നാണോ ഈ സീക്വൻസ് ജനറേറ്റ് ചെയ്തത്, ഏത് ശ്രേണിയിൽ നിന്നാണോ, സമാന്തര ശ്രേണിയിൽ നിന്നാണോ പുതിയ സമാന്തര ശ്രേണി ഉണ്ടായത്, അതാ രണ്ടിൻ്റെയും പൊതുവ്യത്യാസം തുല്യമായിരിക്കും. ഇപ്പോൾ 1 ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ 2 ആഡ് ചെയ്ത് പോയാലും ഇത് തന്നെയാണ് സംഭവിക്കുക. മനസ്സിലായോ? ഇവ തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയുള്ള വ്യത്യാസത്തിന് സെയിം ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിനോട് അതിൽ എല്ലാ ടേമിനോടും ഒരേ നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന പുതിയ സീക്വൻസിനും അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. അതിൻ്റെ കോമൺ ഡിഫറൻസ് സെയിം തന്നെയായിരിക്കും. മുമ്പത്തെ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ സി പാർട്ട് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? ഇങ്ങനെ വാട്ട് അബൌട്ട് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ഇഫ് ഓൾ ദ ടേംസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ 2. നമ്മളെ മുന്നത്തെ കേസിൽ 1 വീതം ആഡ് ചെയ്യാണ് ചെയ്തേ അല്ലേ? ഏത് സീക്വൻസിന്റെ? ഇതായിരുന്നു ശരിക്കും അവർ തന്ന സീക്വൻസ് ഇതായിരുന്നു. ഇതിനോട് 1 ആഡ് ചെയ്തപ്പോൾ കോമൺ ഡിഫറൻസിന് വ്യത്യാസം വന്നില്ല അല്ലേ? ഇനി നിങ്ങൾ ഇതിന്റെ ഓരോ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 × 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പൊ 2 × 7 14, 2 × 10 എത്ര? 20, 2 × 13 26 എക്സെട്ര 14, 20, 26 എക്സെട്ര എന്ന് കിട്ടും. 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് ചോദ്യം. എന്താണ് ഈ സീക്വൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നെയായിരിക്കും അല്ലേ? സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് 6 ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 3 ആയിരുന്നെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് 6 ആണ്. അതായത് എന്താണ് ഈ 3യും 6ഉം തമ്മിലുള്ള പ്രത്യേകത? 3യെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും അല്ലേ? അതായത് ഓരോ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കോമൺ ഡിഫറൻസിന് വന്ന മാറ്റം എന്തായിരുന്നു? കോമൺ ഡിഫറൻസും ഡബിൾ ആയി മാറി എന്നുള്ളതാണ് അല്ലേ? നമ്മളിവിടെ ഏത് നമ്പർ കൊണ്ടാണോ ഈ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്തത്, ആ നമ്പർ കൊണ്ട് തന്നെ കോമൺ ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും പുതിയ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്. ക്ലിയർ? ഇതിനെ നമ്മൾ n കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, n കൊണ്ടാണ് ഇതിനെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ
ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 3 ആണെങ്കിൽ ഇവിടെ 3n ആയിരിക്കും എന്നർത്ഥം. ഒരു സീക്വൻസിൽ നിന്ന് പുതിയ സീക്വൻസ് ജനറേറ്റ് ചെയ്യുമ്പോൾ, പുതിയ സീക്വൻസ് ഉണ്ടാക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന കോമൺ ഡിഫറൻസിനും അതിൻ്റെ ടേംസിനും ഒക്കെ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളാണ് നമുക്ക് ഈ വർക്ക്ഷീറ്റിലൂടെ കാണിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. 1, 4, 9, 16, etc. is the sequence of perfect squares. This is not an arithmetic sequence. നിങ്ങൾക്കറിയാം 1, 4, 9, 16 എന്നീ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, അതായത് വർഗസംഖ്യകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? ഒരേ നമ്പർ കൂട്ടിയിട്ടല്ല നമുക്ക് അടുത്ത നമ്പറിലേക്ക് എത്തുന്നത്, അടുത്ത ടേമിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Write the difference between the terms of the above as another sequence. ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സീക്വൻസ് ആയിട്ട് എഴുതുക എന്നാണ്. അതായത് ഇതിന്റെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. രണ്ടാം പദം മൈനസ് ഒന്നാം പദം, അതായത് 4 മൈനസ് 1, അത് 3 ആണ്. നെക്സ്റ്റ് തേർഡ് മൈനസ് സെക്കൻഡ്, 9 മൈനസ് 4, 5 കിട്ടും. 16 മൈനസ് 9, 7, എക്സെട്ര. കണ്ടോ? ഇതാണ് സീക്വൻസ്. കണ്ടല്ലോ? അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ സീക്വൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദിസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്? ഇഫ് സോ വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് എന്നുള്ളതാണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? 3, 5, 7 എക്സെട്ര ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? 2 വീതം കൂടി പോകുന്നത്, 3ൽ നിന്ന് തുടങ്ങി 2 വീതം കൂടി പോകുന്ന സീക്വൻസ് ആണ് ഇത്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. യെസ് അല്ലേ? എന്താണ് കോമൺ ഡിഫറൻസ്? എന്താണ് കോമൺ ഡിഫറൻസ് വന്നത്? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 2. സിമ്പിൾ അല്ലേ? പക്ഷേ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാത്ത ഒരു സീക്വൻസിൽ നിന്നും നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? ഇതിൽ ചില ക്രിയകൾ, ഇപ്പോൾ രണ്ട് ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്തപ്പോഴാണ് ഇവിടെ ഇതുപോലെ സീക്വൻസ് ഉണ്ടായത്. നിങ്ങൾ താല്പര്യമുള്ള കുട്ടികൾ ഇതിൽ നിന്ന് മറ്റ് അരിത്തമെറ്റിക് സീക്വൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ നോക്കുക. ഇവിടെ രണ്ട് അടുത്തടുത്ത ടേംസ് തമ്മിൽ മൈനസ് ചെയ്തിട്ടാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടായത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. സമയമുള്ളപ്പോൾ, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൂടുതൽ അതുമ്മേ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് പുതിയ അരിത്തമെറ്റിക് സീക്വൻസ്, പുതിയ സമാന്തര ശ്രേണികൾ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധിച്ചേക്കും. ശ്രമിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലുക്ക് അറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. 2 സീക്വൻസ് കൊടുത്തിരിക്കുന്നു, 2, 4, 6, 8. അതായത് ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് അല്ലേ? ഇരട്ട സംഖ്യകളുടെ ശ്രേണി. മറ്റേതോ ഒറ്റ സംഖ്യകളുടെ ശ്രേണി, 1, 3, 5 എക്സെട്ര. ക്ലിയർ? ചോദ്യം, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദീസ് സീക്വൻസസ്? എന്താണ് ഈ സീക്വൻസസിന്റെ കോമൺ ഡിഫറൻസ്? എന്താണ് കോമൺ ഡിഫറൻസ്? 2 സീക്വൻസിനും കോമൺ ഡിഫറൻസ് എന്താണ്? പൊതുവ്യത്യാസം 2 ആണ്. ശരിയല്ലേ? 2 സീക്വൻസിനും 2 ശ്രേണിക്കും പൊതുവ്യത്യാസം 2 ആണ് എന്നുള്ളതാണ് ആൻസർ. അതായത് ബോത്ത് സീക്വൻസ് ഹാസ് കോമൺ ഡിഫറൻസ് 2 എന്നതാണ്. നെക്സ്റ്റ്, റൈറ്റ് അനദർ സീക്വൻസ്. കോമൺ ഡിഫറൻസ് 2 ആണ് എന്നുള്ളത് നമുക്കറിയാം. 2നും കോമൺ ഡിഫറൻസ് 2 ആണ്. Next, write the sequence by adding the terms in the same position of these sequences. ഈ 2 ശ്രേണികളുടെയും ഒരേ പൊസിഷനിലുള്ള, അതായത് 1ാം സ്ഥാനങ്ങൾ, 2ാം സ്ഥാനങ്ങൾ, 3ാം സ്ഥാനങ്ങൾ, അങ്ങനെ കൂട്ടി ആഡ് ചെയ്തിട്ട് മറ്റൊരു ശ്രേണി എഴുതുക എന്നാണ്. നോക്കാം, നമുക്ക് മറ്റൊരു സീക്വൻസ് എഴുതാം. 2 + 1 3 അല്ലേ? അടുത്തത് 4 + 3 7, 6 + 5 11 എക്സെട്ര. എഴുതിയില്ലേ? സെയിം പൊസിഷനിലുള്ള ടേംസ് ആയിരിക്കണം കൂട്ടുന്നത്. അങ്ങനെ പുതിയൊരു സീക്വൻസ് എഴുതി 3, 7, 11 എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഇതൊരു സമാന്തര ശ്രേണിയാണോ? എങ്കിൽ ഇതിന്റെ പൊതുവ്യത്യാസം എത്ര എന്നുള്ളതാണ്. ക്ലിയർ? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? 3യോട് 4 ആഡ് ചെയ്തപ്പോഴാണ് 7 കിട്ടിയത്, 7നോട് 4 ആഡ് ചെയ്തപ്പോഴാണ് 11 കിട്ടിയത്. യെസ്, ദിസ് ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ക്ലിയർ? എന്താണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്? എന്താണ് കോമൺ ഡിഫറൻസ്?
3യോട് 4 ആണ് ആഡ് ചെയ്തത്. അതായത് കോമൺ ഡിഫറൻസ് 4 ആണ്. ക്ലിയർ? കോമൺ ഡിഫറൻസ് 4 ആണ്. ആദ്യത്തെ കോമൺ ഡിഫറൻസ് ആദ്യത്തെ സീക്വൻസിന് 2ഉം രണ്ടാമത്തെ സീക്വൻസിന് 2 ആയിരുന്നു. എങ്കിൽ രണ്ടും ആഡ് ചെയ്തപ്പോൾ ഒരേ പൊസിഷനിലുള്ള ടേംസ് ആഡ് ചെയ്തപ്പോൾ പുതിയ സീക്വൻസിന് എത്രയാണ് കോമൺ ഡിഫറൻസ് മക്കളെ? 2 + 2 4 കിട്ടി. ഈ 4 കിട്ടുന്നത് ഇതിനും 2 ആണ് ഡിഫറൻസ്, ഇതിനും 2 ആണ്. അപ്പം പുതിയ സീക്വൻസിന് 2 + 2 4 ആണ് കിട്ടിയത്. അങ്ങനെ തന്നെയല്ലേ? നിങ്ങളൊന്ന് മറ്റൊരിടത്തൊന്ന് ചെയ്ത് നോക്കുക. ഒരെണ്ണം 2ഉം ഒരെണ്ണം 3യും വെച്ച് ചെയ്ത് നോക്കൂ. എന്നിട്ട് പുതിയ സീക്വൻസിന് സെയിം പൊസിഷനിലുള്ള ടേംസ് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് പുതിയ സീക്വൻസിന് എത്രയാണ് കോമൺ ഡിഫറൻസ്? ആദ്യത്തേൻ്റെ 2ഉം രണ്ടാമത്തേൻ്റെ 3യും ആഡ് ചെയ്ത 5 ആണോ? രണ്ട് സീക്വൻസിൻ്റെയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണോ പുതിയ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 2ഓ 3ഓ എക്സാമ്പിൾ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഒരെണ്ണം എക്സാമ്പിളായി പറയുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് ഏതെങ്കിലും രണ്ട് സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സെയിം പൊസിഷനിലുള്ള ടേംസുകൾ ആഡ് ചെയ്യുമ്പോൾ പുതിയ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് സീക്വൻസിൻ്റെയും കോമൺ ഡിഫറൻസിൻ്റെ സം ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് 5th ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമ്മുടെ വർക്ക്ഷീറ്റ് 4 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വർക്ക്ഷീറ്റ് 4ലെ 5 ക്വസ്റ്റ്യൻസും ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു സീക്വൻസിൽ നിന്ന് പുതിയ സീക്വൻസ് എങ്ങനെ ഉണ്ടാക്കാം, ആ സീക്വൻസിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോഴാണ് അങ്ങനെ നമ്മുടെ ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. മാത്സിന് കൂടുതൽ താല്പര്യം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. മാത്സിന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാം എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. താല്പര്യമുള്ളവരെങ്കിലും അത് ചെയ്ത് നോക്കുക. ക്ലിയർ? താല്പര്യമുണ്ടാവുന്നത് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരുന്നത്. ക്ലിയർ? ആർക്കും മാത്സ് കിട്ടാത്തതൊന്നുമില്ല, എല്ലാവർക്കും മാത്സ് കിട്ടും. നിങ്ങളൊക്കെ മിടുക്കരാണ്. നിങ്ങൾ അതിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, ഡെയിലി ഒരു കുറച്ച് സമയം അതുമേ ചെലവഴിക്കാൻ, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ആ സ്കില്ല് കൂടി വരും. ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ചിന്തിക്കാനുള്ള കഴിവ് കൂടി വരും. പിന്നെ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ലാതെ മാത്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ഈ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് ചെയ്ത് നോക്കുക. PDF കോപ്പിക്കായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.